ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഈ ഷോർട്സും ലോങ് വീഡിയോസൊക്കെ കാണുമ്പോൾ വീഡിയോയുടെ മുകളിലായിട്ട് ഇതുപോലെ എഴുതിയേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് നമുക്ക് എളുപ്പത്തിലൊന്ന് നോക്കിയാലോ? എനിക്കിതിനെക്കുറിച്ച് വലിയ രീതിക്കൊന്നും അറിയത്തില്ല. എൻ്റെ ഷോർട്സിലും വീഡിയോസിലൊക്കെ ഞാനിത് എങ്ങനെ എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ പറയുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഒന്ന് പോയാലോ? അപ്പം നിങ്ങൾ അതിനായിട്ട് ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഇൻഫിനിറ്റ് പെയിൻറ്റർ എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. ആപ്പ് തുറക്കുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് കേട്ടോ വരുന്നത്. നിങ്ങൾ ബാക്ക് അടിക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും മുകളിലായിട്ട് കാണുന്ന ബ്ലാങ്ക് ക്യാൻവാസ് എടുക്കുക. അതിൻ്റെ മുകളിൽ ഒരു ബ്ലൂവിൽ ക്രിയേറ്റ് എന്ന് കാണാം, അത് നിങ്ങൾ പ്രസ് ചെയ്യുക. ശേഷം ഏറ്റവും താഴത്തെ ഓപ്ഷനിൽ ഇടതുവശം ഒരു ബ്രഷിൻ്റെ ചിഹ്നം ഉണ്ടല്ലോ, അവിടെ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് കുറേ ബ്രഷസ് ഇതേപോലെ കിട്ടും കേട്ടോ. ഞാൻ കൂടുതലും കാലിഗ്രഫിയിൽ മോണോലൈനാണ് കേട്ടോ ചൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ബ്രഷ് അതിൽ നിന്ന് ചൂസ് ചെയ്യാം. ശേഷം അതിൻ്റെ മേളിലായിട്ട് ആ ബ്രഷ് ചൂസ് ചെയ്യുന്നതിൻ്റെ തന്നെ മേളിലായിട്ട് ഒരു പ്ലസിൻ്റെ ചിഹ്നവും തൊട്ടിപ്പുറത്ത് വേറൊരു ഐക്കണും കാണുന്നില്ലേ, അതിൽ നിങ്ങൾ ആ മറ്റേ പ്ലസിൻ്റെ ഇപ്പുറത്തുള്ള ഐക്കൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതുപോലെ ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ക്ലാരിറ്റിയിൽ കാണാനും ഒക്കെ പറ്റുന്ന ഓപ്ഷനുണ്ട്. ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. അപ്പം നമുക്ക് വീണ്ടും ഇങ്ങനൊരു ഓപ്ഷൻ വരും. എന്നിട്ട് ബ്രഷിൻ്റെ ആ ചിഹ്നം കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ഒരു ഇതുണ്ട്, ഒരു റൗണ്ട് ഉണ്ട്. അവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. കളർ നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ബാക്ക് അടിക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് അങ്ങോട്ട് എഴുതി കൊടുക്കാം. ഫോൺ നിങ്ങൾ ചെരിച്ച് വെച്ചിട്ട് എഴുതണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് എഴുതി കൊടുക്കാം. എഴുതി കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒരു കളറും കൂടി വേണമെങ്കിൽ വീണ്ടും കളറിൻ്റെ അവിടെ വരിക, കളർ എടുക്കുക, ബാക്ക് അടിക്കുക. എന്നിട്ട് നമുക്കിതുപോലെ അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് നിങ്ങൾ വീണ്ടും തന്നെ ആ കളറിൻ്റെ അവിടെ വരിക, കളർ ചൂസ് ചെയ്യുക. വീണ്ടും ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ഇങ്ങനെ ലൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങൾക്കത് മായ്ക്കണമെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് ഈ നിലവിൽ എഴുതിയിരിക്കുന്നൊന്നും വേണ്ട, അത് മായ്ക്കണമെങ്കിൽ ഏറ്റവും ഇപ്പുറത്തായിട്ട്, അതായത് താഴെ ഇടതുവശത്തായിട്ട് ഒരു ആരോ മാർക്കുണ്ട്, അതിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അത് എല്ലാം മാഞ്ഞു പോവും. വീണ്ടും നമുക്കൊരു വൈറ്റ് ക്യാൻവാസ് തന്നെ കിട്ടും. നമുക്ക് വീണ്ടും പോയി വേറൊരു ബ്രഷ് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊരു ബ്രഷ് ചൂസ് ചെയ്യാം കേട്ടോ എഴുതാനായിട്ട്. നമ്മൾ ആദ്യമേ 1-2 പ്രാവശ്യമൊക്കെ എഴുതുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഈ ഫോണിൻ്റെ സ്ക്രീനിൽ എഴുതുമ്പോഴത്തേക്ക് അത്ര രസമൊന്നും കാണത്തില്ല. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് അത് സെറ്റായി വരും. അപ്പോൾ നിങ്ങൾ എഴുതുന്നത് ശരിയാകുന്ന വരെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. ഇത് അടുത്തൊരു ബ്രഷാണ്, കാലിഗ്രഫിയിൽ തന്നെയുള്ള വേറൊരു ബ്രഷാണ് കേട്ടോ ഞാൻ ചൂസ് ചെയ്തത്. എന്നിട്ട് ഞാനിതുപോലെ എഴുതി. നമ്മൾ എത്ര തവണ എഴുതിയാലും തെറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആ താഴെയുള്ള ഒരു ആരോ ഉണ്ടല്ലോ, ആ ആരോ മാർക്കിൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മാഞ്ഞു പൊയ്ക്കോളും. പിന്നെ നമുക്ക് 3 കളറോ 4 കളറോ എത്ര കളർ വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഞാൻ ഈ ചെയ്യുന്നത് പോലെ ഇതിൻ്റെ ഇടയിലേക്ക് നമുക്ക് എഴുതി കൊടുക്കാം കേട്ടോ. പിന്നെ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് എഴുതുവാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഉൾവശത്തൊക്കെ എഴുതാൻ പറ്റും. ഒന്ന് സൂം ചെയ്ത് കൊടുക്കാം, സൂം ചെയ്യാതെ എഴുതാം കേട്ടോ. നമ്മുടെ സൗകര്യാർത്ഥം ഫോണിൽ എഴുതുമ്പോഴത്തേക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെ തോന്നും. പക്ഷെ നമ്മൾ എഴുതി വരുമ്പോഴത്തേക്ക് നമ്മളിതിൽ നല്ല എക്സ്പേർട്ടായി മാറും കേട്ടോ. ഞാനെങ്ങനെയായിരുന്നു ആദ്യം എഴുതുമ്പോൾ ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. ഇപ്പോഴും ഭയങ്കര രസമാണെന്നൊന്നും അല്ല പറയുന്നത്, അത്യാവശ്യം ഞാൻ ഒരു ഇതൊക്കെ എഴുതാൻ പഠിച്ചു കേട്ടോ ഇപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത് എഴുതുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് നമ്മുടെ ഫോണിലെ ഗാലറിയിലോട്ട് സേവ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഏറ്റവും മുകളിൽ വലതുവശം 3 ഡോട്ട്സ് കാണുന്നില്ലേ, 3 ഡോട്ട്സ് കാണുന്നില്ലേ, അവിടെ ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സ്പോർട്ട് കൊടുക്കുക. അതിൽ ഫോർമാറ്റിൻ്റെ നേരെ കാണുന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ PNG എന്നുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കാനുള്ളൊരു ഓപ്ഷനുണ്ട്. അത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഓഫാക്കിയ ശേഷം നമ്മൾ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതിയ ഈ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിലോട്ട് വന്നു. ഇനി നമുക്കിതെങ്ങനെയാണ് ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഇൻഷോട്ടിലാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്നത്. ഇൻഷോട്ടിൽ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഏറ്റവും താഴെയായിട്ട് നമ്മുടെ ടെക്സ്റ്റ്, സ്റ്റിക്കർ, അങ്ങനത്തെ കുറേ ഓപ്ഷൻ ഉണ്ടല്ലോ, അതിൽ PIP എന്ന് പറഞ്ഞൊരു ബോക്സ് കിടപ്പുണ്ട്. ആ ഒരു ബോക്സിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ഫോട്ടോയും വീഡിയോയും 2 ഓപ്ഷനുണ്ട്. നമുക്ക് നമ്മളൊരു വീഡിയോയുടെ മുകളിലായിട്ട് നമുക്ക് ചെറിയൊരു വീഡിയോ സൈഡായിട്ട് കാണിക്കാം, അതുപോലെ ഒരു ഫോട്ടോയും കാണിക്കാം. അപ്പോൾ നമ്മൾ ഫോട്ടോസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഫോട്ടോസിൽ നമ്മളിപ്പോൾ എഴുതിയ ഈ ഒരു ടെക്സ്റ്റ് സേവ് ആയിട്ടുണ്ട്. നമ്മൾ ആ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ടെക്സ്റ്റ് നമ്മുടെ വീഡിയോയിലേക്ക് വരും. അപ്പം നമുക്കത് നമുക്ക് എങ്ങനെയാണ് വെക്കേണ്ടത് അങ്ങനെ നമുക്ക് കൈവച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചോ മറിച്ചോ ഒക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇൻഫിനിറ്റ് പെയിൻറ്ററിനകത്ത് സിമ്പിളായിട്ട് എഴുതുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം. താങ്ക്സ് ഫോർ വാച്ചിങ്.